So actually from Kathmandu to Pokhara, like a detouring like Pokhara കാര്യങ്ങളെല്ലാം ട്രിപ്പ് അടിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ ബൈക്ക് മോട്ടോ ബൈക്ക് ആൻഡ് ഷോപ്പ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചായ കാര്യങ്ങളെല്ലാം കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. സോ ഒരു അഡ്വഞ്ചർ ടൂറിങ് ലൈക്ക് സെഗ്മെൻ്റാണ് ബൈക്ക് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തേക്കണേ. ആൻഡ് ഇതാണ് പുതിയ ലഗേജ് സിസ്റ്റം. നമ്മുടെ റെക്സാക്ക് കാര്യങ്ങളെല്ലാം ഈ ട്രിപ്പിൽ ക്യാരി ചെയ്യുന്നില്ല. റെക്സാക്ക് ചേഞ്ച് ചെയ്യാണ് മൊത്തത്തിൽ. ദിസ് ഈസ് ഡ്രൈ ബാഗ്, കുറേ ചീപ്പറാണ് ലൈക്ക് ആൻഡ് വാട്ടർ പ്രൂഫാണ്. സോ അതുകൊണ്ട് കുറേ നമുക്ക് ലൈക്ക് അഡ്വഞ്ചർ കാര്യങ്ങൾക്കെല്ലാം പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് മിറേഴ്സ് ഓർ ലൈക്ക് അഡ്വഞ്ചർ പർപ്പസിൻ്റെ മിറേഴ്സ് കാര്യങ്ങളുമാണ് സെറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ആക്ച്വലി ഒരു ബ്രേക്കിന് നിർത്തിയതാണ് ഷായ ആൻഡ് സിറ്റിക്ക് പുറത്തേക്ക് വന്നേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാര്യങ്ങളെല്ലാമായിട്ട്. ഇതാണ് ലൈക്ക് സിറ്റിക്ക് പുറത്തുള്ള കാത്മണ്ഡുവിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം. സോ ഇതാണ് കറൻ്റ്ലി ഉള്ള വ്യൂ കാര്യങ്ങളെല്ലാം. ഓഫ് സിറ്റിയിൽ നിന്ന് അറൗണ്ട് ഒരു 30-40 കിലോമീറ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് പുറത്തേക്ക് വന്നു ടുവേർഡ്സ് പോക്ര സൈഡ്. ആൻഡ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:36 ഒക്കെ ആവാറായി. ആൻഡ് ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ഡാർക്കാവും, 8 ഒക്കെ ആവണം ഡാർക്കാവണമെങ്കിൽ. ആൻഡ് ജസ്റ്റ് ഒരു പിച്ച് സ്റ്റോപ്പിന് കാര്യങ്ങൾ നിർത്തിയാണ് റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് ഒരു മാജിക്കൽ സൺസെറ്റ് കാര്യങ്ങൾ ആൻഡ് ഒരു ആൽമരവും കാര്യങ്ങളും ബൈക്കും ഇവിടെ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ബസ് സ്റ്റോപ്പ്, ബസ്സുകൾ കാര്യങ്ങളെല്ലാം ലൈക്ക് റിഫ്രഷ്മെൻറ്റിന് നിർത്തുന്ന ഒരു സ്പോട്ട് കാര്യങ്ങളാണ് ഓൺ ദ വീൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂടെ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തത്. ആൻഡ് ഇവിടെ കുറച്ച് ലൈക്ക് കഫ്റ്റീരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പെട്രോള് കാര്യങ്ങളെല്ലാം ഫുൾ ടാങ്ക് ഫില്ലാക്കിയിട്ടുണ്ട്. ആൻഡ് എയർ പ്രഷർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാണ്. സോ കേജ് യൂസ് ചെയ്തിട്ട് എയർ പ്രഷർ ചെക്ക് ചെയ്യണം. കാരണം സോ ഫൈനലി എൻട്രി ടു പോക്ര. ആൻഡ് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോൾട്ട് ചെയ്തേക്കാണ്. ഇത് നേപ്പാളിലെ ഒരു ഹോട്ടൽ കാര്യങ്ങളാണ്. ചെറിയ ലൈക്ക് പോണ വഴിക്ക് പോക്ര സൈഡിൽ ഒരു ഹോട്ടൽ. ആൻഡ് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ലൈക്ക് മൊത്തം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇപ്പോൾ നൈറ്റിൽ ഇത്രയും പൊടിയാണെങ്കിൽ ഡെയിലി എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. മഴയുണ്ടെങ്കിൽ മഴയത്ത് പോകാൻ ബെറ്റർ ആയിരിക്കും. മഴയില്ലെങ്കിൽ പരശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശോകം പൊടിയാണ് കാര്യങ്ങൾ. മാസ്ക് കാര്യങ്ങളൊന്നും വെക്കാണ്ട് ലൈക്ക് ബൈക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫ് കാര്യങ്ങളെല്ലാം ലൈക്ക് ബാലക്കവില്ലാണ്ട് മൊത്തത്തിൽ ടാസ്ക്കാണ്. റോഡ് ഫുൾ ലൈക്ക് നല്ല കട്ടപ്പൊടിയാണ്. പോക്കറ പോയി കഴിഞ്ഞാൽ സിക്കാവും എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയവും വേണ്ട. ആൻഡ് ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ബാക്കിൽ ലേക്ക് കാര്യങ്ങളുണ്ട്. നൈറ്റാണ്, ലേക്കിൻ്റെ വ്യൂ കാര്യങ്ങളൊന്നും കിട്ടില്ല. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 175 സംതിങ് ആണ്. ലൈക്ക് 135 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു 125 സംതിങ് കിലോമീറ്റേഴ്സും കൂടി ഉണ്ടാവും പോക്ര. സോ ഞങ്ങൾ ലൈക്ക് പോക്കറ ക്ലോസറൊക്കെ അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ആൻഡ് നല്ല മഴ കാര്യങ്ങൾ. ആൻഡ് ഷോപ്സ് ഒന്നും ഇല്ല ചായ കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ലെൻസ് കാര്യങ്ങളില്ല. ആളുടെ കയ്യിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ റെയിൻ പാൻസിൻ്റെ എൻ്റെ കയ്യിലില്ല. ഞാൻ ലൈക്ക് വാട്ടർ പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻ്റ് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പട്ടിക്കുള്ള വെള്ളം കയറും. എന്തായാലും കുറേ കണ്ടിന്യൂസ് റൈഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം, ചില്ല് ചെയ്യാം. ലാസ്റ്റ് ഒരു 90 കിലോമീറ്ററാണ് 90 സംതിങ് കിലോമീറ്റേഴ്സ് ആറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം അറൗണ്ട് 50-60 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ടാവും തോന്നുന്നു. എനിക്കറിയില്ല എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് എക്സാക്ട്ലി. ലെറ്റ്സ് സീ. ആൻഡ് മോർണിംഗ് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഇൻ ടു ലെമൺ ഹണി ടീ സ്റ്റിക്ക് അടിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലെ ബ്യൂട്ടിയാണിത്, ദ നാച്ചുറൽ ബ്യൂട്ടി. നേപ്പാളിൻ്റെ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പൊന്നുമോനെ നേപ്പാളിൻ്റെ ബ്യൂട്ടി കാര്യങ്ങളെല്ലാം. ഒന്നും പറയുന്നില്ല. അത് അതർ സൈഡ് ഓഫ് നേപ്പാൾ സീരീസാണ്.
ഇവിടെ മഴ കാര്യങ്ങളുമാണ്. ആൻഡ് ഇത് നോക്കി നിങ്ങൾ ലൈഫിലൊക്കെ ഇതൊരു വട്ടം മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് പോക്ര ഫൈനലി പോക്രയിൽ എത്തിയിട്ടുണ്ട്. പോക്രയിൽ കാര്യങ്ങളെല്ലാം എത്തി. ഇതാണ് ഷൂവിൻ്റെ അവസ്ഥ. ബൂട്ട് കാര്യങ്ങളെല്ലാം കണ്ടു ഷൂട്ട് വന്ന ആളാ. ബൈക്ക് ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിരിക്കുക. അതിൻ്റെ ഇവിടെ ഒരു കടയിൽ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് പോക്ര, ദ ലേക്ക് സൈഡ് ഓഫ് പോക്ര. ഇതൊരു അതർ സൈഡ് ഓഫ് പോർഷൻ കാര്യങ്ങളാണ്. കഫേസ് കാര്യങ്ങളെല്ലാം. ഇവിടെ നിന്ന് മീൻ കാര്യങ്ങളെല്ലാം പിടിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ നമുക്കൊരു മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. ആൻഡ് വേറൊരാളും കൂടിയുണ്ട്. ഇതൊരു കഫേ ഏരിയസാണ് പോക്രയിലുള്ളത്. ആൻഡ് അവിടെ ലൈക്ക് ആക്ടിവിറ്റീസ്, ഫൺ ആക്ടിവിറ്റീസ്, പബ് അങ്ങനെ കാര്യങ്ങൾ. ഇപ്പുറ സൈഡിൽ മൗണ്ടെയിൻസ്. ആൻഡ് പിന്നെ മൗണ്ടെയിൻസും കാര്യങ്ങളുമാണ്. ലൈക്ക് ടോപ്പിലൊരു ശിവ ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങളല്ലാണ്ട് ഇവിടെ കുറേ പേര് ലൈക്ക് കായികയും ബോട്ടിങ് അങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടോ അവിടെ കായികയും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. മോനെ നേപ്പാളിൽ ലൈക്ക് ബൈക്ക് എടുത്തിട്ട് ഞാൻ പോക്രയിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വന്നതാണ്. ഈ ഒരു ടോപ്പിലേക്കാണ് ഇനി പോകേണ്ടത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നും പറയാനില്ല എനിക്ക് കൂടുതലൊന്നും. കാര്യങ്ങളെല്ലാം കുടിക്കുകയാണ് ഇവിടെ ഷോപ്പിൽ നിന്ന്. അടിപൊളി ക്ലൈമറ്റ് കാര്യങ്ങളാണ് ഇവിടെ. ഫുൾ ലൈക്ക് കോട ലൈക്ക് ക്ലൗഡി, ഫോഗി, മാജിക്കൽ, ദ പ്യുവർ മാജിക്കൽ. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രം ടെങ്ല. ആളെൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫ്രം കാഠ്മണ്ഡു ടു പോക്ര. So how was the ride? മാജിക്കൽ. ഒരു നല്ല അടിപൊളി റൈഡായിരുന്നു. ഒന്നും പറയാനില്ല. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നുള്ള വ്യൂ ആണിത്. പോക്രയുടെ ഫുൾ എൻ്റയർ നൈറ്റ് വിഷൻ വ്യൂ ആണ് ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കണേ. ആൻഡ് മാജിക്കൽ എന്ന് വേണമെങ്കിൽ ടോട്ടലി മാജിക്കലായിട്ടാണ് ഈ കാണുന്നത്. ഈ വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. Inside this head, I really don't think it's strong enough now. Do you believe in love?